ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു. വെലോ ക്ലബിനെതിരെയുള്ള മത്സരത്തിന്റെ 45 മിനിറ്റാണ് നെയ്മർ കളിച്ചത്. മികച്ച പ്രകടനം നടത്തി ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു. ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് സാന്റോസിന്റെ ടീം ഡോക്ടർമാരിൽ നിന്നും ഇപ്പോൾ നെയ്മർക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 90 മിനിറ്റും അഥവാ മുഴുവൻ സമയവും കളിക്കാനുള്ള ഒരു മെഡിക്കൽ ക്ലിയറൻസ് ആണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുള്ളത്. നെയ്മർ ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അടുത്ത മത്സരത്തിൽ മുഴുവൻ സമയവും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി നെയ്മർ ജൂനിയർ നേടിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മെഡിക്കൽ ക്ലിയറൻസ് ആയിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൗളിസ്റ്റ A1-ലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സാന്റോസിന്റെ എതിരാളികൾ നോവോ ഹൊറിസോണ്ടിനോയാണ്. ആ മത്സരം ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിൽ സാന്റോസ് വളരെയധികം ഹാപ്പിയാണ്. കാരണം നെയ്മർ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലബ്ബ് വിശ്രമം അനുവദിച്ച ദിവസങ്ങളിൽ അഥവാ ഹോളിഡേ അനുവദിച്ച ദിവസങ്ങളിൽ പോലും നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫലമായിക്കൊണ്ടാണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ പൂർണ്ണമായും വീണ്ടെടുത്തിട്ടുള്ളത്. വീട്ടിൽ വെച്ച് പോലും നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ടാണ് പഴയ ഫിസിക്കൽ കണ്ടീഷനിലേക്ക് എത്താൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.